ഗുഡ് മോർണിംഗ്. റോട്ടോ, റോസ്, അനീഷ. റോസിനെ അനീഷ ഒന്നും ഇന്നലെ കണ്ടില്ലല്ലോ. ശ്രീകുട്ടി, വേറെ ആരും ഉണ്ട്, ഇപ്പൊ വരും. ആഹാ, ഇപ്പൊ നമ്മളെ വിട്ടിട്ട് അങ്ങോട്ട് പോയോ? രജിഷ, കസിന് മാരേജ്. ഓക്കെ ഓക്കെ. ഓക്കെ. ഏതായാലും പഠിക്കാം കേട്ടോ. ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും റെക്കോർഡ് ഉണ്ടായാലും പഠിക്കാം. ഇപ്പൊ ബാക്കിയുള്ളൊരു അമ്മ വന്നില്ലേ ഇന്ന്? നോക്കാം. ഇന്നും 6 പേരേ ഉള്ളൂ. ഇന്നലെ വന്നവരാരും ഇന്ന് വന്നിട്ടില്ല. ഇന്ന് വന്നവരൊന്നും ഇന്നലെയും വന്നിട്ടില്ല കേട്ടോ. രജിഷ മാത്രം ഉണ്ട്. ഇന്നലെ ഇന്നും പ്രോട്ടോയും ഉണ്ട്. ദേഷ്യം എനിക്ക് തോന്നുന്നൊരു ഇന്നത്തോടെ തീരുമായിരിക്കും. നോക്കിയില്ല കേട്ടോ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കല്ലായിരുന്നോ സ്ലൈഡ്, അതുകൊണ്ട് പിന്നെ നോക്കില്ല. ശ്രീകുട്ടി വന്നോ? ശ്രീകുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക 133 അല്ലേ? അവ തമ്മിലുള്ള അംശബന്ധം 2:5 എങ്കിൽ ചെറിയ സംഖ്യ. പെട്ടെന്ന് എഴുതോ. ഹായ് അമ്മു, ഞാൻ വിചാരിച്ചിരുന്നില്ലാന്ന്. ഇല്ല, ഹോംവർക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എനിക്കൊരു സമയം കിട്ടിയില്ല, കുറച്ച് വർക്ക് ഉണ്ട് ഇപ്പൊ. എന്തായാലും ഈ ആഴ്ച തന്നെ ചെയ്തു തരാം. ഓക്കെ ഓക്കെ. നോക്കാമേ. അയ്യോ, പോള് വർക്ക് ആവുന്നില്ല കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ശരി. നിങ്ങൾക്ക് എഴുതി കാണിച്ചാൽ മതിയോ, അത് ടൈപ്പ് ചെയ്യണോ? എഴുതി കാണിച്ചാൽ മതിയോ ആ ഹോംവർക്കുകള്? എഴുതിയാൽ മതിയെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്യാം കേട്ടോ. നിങ്ങളാവുമ്പോ കുഴപ്പമില്ലല്ലോ. അല്ല, ഹോംവർക്ക് ഞാൻ ക്വസ്റ്റ്യൻ തന്നില്ലായിരുന്നോ, അത് ഞാൻ ചെയ്തു തരണ്ടേ? അപ്പൊ എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് കൊണ്ടുവരാഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചതാണ് എഴുതി കാണിച്ചാൽ മതിയോന്ന്. ഡിങ്ക, ഗുഡ് മോർണിംഗ്. ഓക്കെ, അടുത്ത ദിവസം ആട്ടെ കേട്ടോ. സൺഡേ നോക്കാം മാക്സിമം. ഞാൻ ഓർക്കുമായിരുന്നു ഇന്നും ഇങ്ങനെ ഇല്ലേന്ന്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാ? രണ്ട് സംഖ്യകളുടെ തുക അല്ലേ? രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 133 ആണ്. രണ്ട് സംഖ്യകളുടെ തുക എത്ര വന്നു? 133 ഇല്ലേ? രണ്ട് സംഖ്യകളുടെ തുക 133 ആണ്. ഇവ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ ഇനി എന്നും വരണം കേട്ടോ. ഇനി ഞാൻ കൊച്ചുങ്ങളെ വഴക്ക് പറയുന്ന പോലെ ഡിങ്കനെ വഴക്ക് പറയും.
രണ്ട് സംഖ്യകളുടെ തുക 133 ആണ്. അപ്പൊ എന്താ പറഞ്ഞേ, ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:5 ആണ് അല്ലെ. 2:5 ആണ് ഇവ തമ്മിലുള്ള റേഷ്യോ. അപ്പൊ എത്ര കിട്ടി? ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? അപ്പൊ എന്താ, ഈ 5+2 ഈ 7 എന്ന് പറയുന്നതാണ് എന്ത് 133 എന്ന് പറയുന്നത് അല്ലെ. ഈ 7 എന്ന് പറയുന്നതാണ് 133 എന്ന് പറയുന്നത്. 7 എന്ന് പറയുന്നതാണ് 133. എങ്കിൽ 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 133/7 എത്ര വരും? 19. 133/7 19 വരും ഇല്ലേ? 19 വരും. എങ്കിൽ ചെറിയ സംഖ്യ എത്രയാണ്? 19 × 2 എത്ര കിട്ടി? 38. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും അറിയില്ലേ? നീ റൈറ്റിംഗ് പാഡ് കണക്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴാ ഓർക്കുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ. 90, 10 എന്നീ സംഖ്യകളുടെ മധ്യ അനുപാതം എന്താണ്? 90, 10 എന്നീ സംഖ്യകളുടെ മധ്യ അനുപാതം എന്താണ്? എല്ലാരും ചെയ്തോ? ഇന്ന് ഷിബ്ലി വന്നില്ല, പിന്നെ സൗമ്യ, പിന്നെ ആരായിരുന്നു? പൊന്നൂസ്, കുറെ പേര് വരാനുണ്ടല്ലോ. 2 ദിവസമായിട്ട് കാണുന്നില്ല. 90, 10 എന്നീ സംഖ്യകളുടെ മധ്യ അനുപാതം എന്താണ്? എട്ട് ആണോ? മൂന്ന് പേര് 50 അടിച്ചു, 3 പേര് 30 അടിച്ചു. പൊന്നൂസ് ജിഷയാണോ? എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ. ആഹാ, 20 പേരോളം ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? 90, 10 എന്നീ സംഖ്യകളുടെ മധ്യ അനുപാതം എന്താണ് ഇല്ലേ? 90, 10 എന്നീ സംഖ്യകളുടെ മധ്യ അനുപാതം എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മധ്യ അനുപാതം എഴുതുമ്പോൾ എന്താ വരിക? മധ്യ അനുപാതം എഴുതുമ്പം A:B, B:C ഇല്ലേ? A:B, B:C എന്നാണ് വരുന്നത് ഇല്ലേ? ഓക്കെ. A:B, B:C. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ A:B, B:C നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A/B = B/C എന്ന് എഴുതാൻ പറ്റും ഇല്ലേ? A/B = B/C എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എന്ത് കിട്ടി? B². B² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? AC എന്ന് കിട്ടി. B² എന്ന് പറഞ്ഞാൽ AC എന്ന് കിട്ടി. എങ്കിൽ B എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? B² = AC ആണെങ്കിൽ B √AC. അപ്പൊ √AC. നമുക്ക് തന്നിരിക്കുന്ന ഈ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് A യും C യും ആയിരിക്കും. മധ്യ അനുപാതമാണ് കണ്ടുപിടിക്കണമെങ്കിൽ. അപ്പൊ ആൻസർ എന്ത് കിട്ടി? √90 × 10 ആണ്. 900 എന്ന് വന്നു, 30 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. എന്നിട്ട് ആരൊക്കെയോ തെറ്റിച്ചിരുന്നൂലോ? 3 പേര് 50 കറക്കി കുത്തിയിരുന്നൂലോ? അടുത്തത് പ്രോട്ടോയാണോ? റോസും പ്രോട്ടോയും കൂടെ ആണോ തെറ്റിച്ചേ? ഓക്കെ, സത്യസന്ധമായിട്ട് പറഞ്ഞുല്ലോ. അടുത്തത് 2, 8, 9 എന്നീ സംഖ്യകളുടെ 2, 8, 9 എന്നീ സംഖ്യകളുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കുക. ഫോർത്ത് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കുക. 2, 8, 9 എന്നീ സംഖ്യകളുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ
2, 8, 9 എന്നീ സംഖ്യകളുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാം. അപ്പൊ എല്ലാരും ചെയ്തോ? തെറ്റിക്കോട്ടെ, തെറ്റിക്കുന്നത് ലാസ്റ്റ് പറഞ്ഞാ മതി ഞാനാണ് തെറ്റിച്ചതെന്ന്. ഒരു വിഷയമില്ല. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോ ഓർക്കും അന്ന് ഞാൻ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. തിങ്കളാഴ്ച കേട്ടോ, SRT സയൻസ് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും. SRT മാത്രമല്ല, നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്, അത് സൺഡേ പറയാം. അല്ല, ഇവിടെയാണ്, അവിടെ പറ്റില്ല. സർപ്രൈസ് ആണ്, സൺഡേ പറയാം. അതൊക്കെ വരാം, നമുക്ക് റെഡി ആക്കട്ടെ, കുറച്ച് പണിയുണ്ട്. നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് കോഴ്സ് കിട്ടും കേട്ടോ, അത് എവിടാണെന്നും ഡീറ്റെയിൽ ഒക്കെ പറയാം. അന്ന് പറയാട്ടോ, സൺഡേ പറയാം, എല്ലാം ഒന്ന് സെറ്റ് ആകട്ടെ. അപ്പൊ 2, 8, 9 എന്നീ സംഖ്യകളുടെ 4ാം അനുപാതം ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ 2, 8, 9 എന്നീ സംഖ്യകളുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? A:B, C:D ഇല്ലേ? A:B, C:D ആണ്. അപ്പൊ 2, 8, 9 എന്ന് വന്നാൽ ഇത് ഫ്രൈഡേ, മറ്റന്നാൾ പറയാം, നാളെ നമ്മുടെ ക്ലാസ് ഇല്ലല്ലോ. 2, 8, 9 എന്നീ സംഖ്യകളുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? 2, 8, 9 ഇല്ലേ? 4 × 2 ആണ് എന്ത്? 8. അങ്ങനെയാണെങ്കിൽ 9 × 4 എത്രയാണ്? 36. ഇതായിരിക്കും ആൻസർ. മനസ്സിലായോ? 2, 8, 9 എന്നീ സംഖ്യകളുടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ A:B, C:D ആണ്. A:B എന്ന് പറഞ്ഞാൽ 2 × 4 ആണ് 8. അതേപോലെ 9 × 4 എന്ന് പറഞ്ഞാൽ 36 ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് 3, 9 എന്നീ സംഖ്യകളുടെ 3ാം അനുപാതം എത്രയാണ്? 3, 9 എന്നീ സംഖ്യകളുടെ 3ാം അനുപാതം എത്രയാണ്? 3, 9 എന്നീ സംഖ്യകളുടെ തേർഡ് പ്രൊപ്പോർഷണൽ എത്രയാണ്? ശരിയാ, ഞാൻ പറയാൻ ഈ ആഴ്ചയൊക്കെ എത്ര പെട്ടെന്നാ പോയല്ലേ. ഇന്ന് ഫ്രൈഡേ ആയില്ലേ? മൺഡേ ക്ലാസ് തുടങ്ങുന്ന മാത്രം അറിയാം. എല്ലാ ദിവസവും ഒരേപോലെ വർക്ക് ചെയ്യുന്നോണ്ട് നമുക്ക് സൺഡേന്നോ സാറ്റർഡേന്നോ ഒന്നും ഇല്ല ഇപ്പൊ. ഏതായാലും നമുക്ക് ഹോളിഡേ ഇല്ല അല്ലേ, പിന്നെന്തിനാ നമ്മൾ തിരക്കുന്നേ? 3, 9 എന്നീ സംഖ്യകളുടെ 3ാം അനുപാതം എത്രയാണ് ഇല്ലേ? തേർഡ് പ്രൊപ്പോർഷണൽ എത്രയാണ്? അപ്പൊ എന്ത് കിട്ടും? A:B, B:C. ഇങ്ങനെയല്ലേ എഴുതുന്നത് തേർഡ് പ്രൊപ്പോർഷണൽ. തേർഡ് പ്രൊപ്പോർഷണലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ ശരിയാ. അപ്പൊ A:B, B:C. അപ്പൊ എന്ത് ചെയ്യാം? 3:9, 9:dash എന്ന് വരും ഇല്ലേ? 3:9. A:B എന്ന് പറയുന്നത് 3:9 വരും. 3:9 -dash C ഇല്ലേ? അപ്പൊ 9 എന്ത് വരും? 9 dash എന്ന് വരും.
അപ്പൊ 3 into 3 ആണ് 9 അല്ലെ? 3 into 3 ആണ് 9. അതേപോലെ 9 into 3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 27 എന്ന് കിട്ടും ഇല്ലെ? 9 into 3 എന്ന് പറഞ്ഞാൽ 27 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആണോ? അമ്മു റെസ്റ്റ് എടുത്തോണേ. ചെക്ക് ചെയ്തോ? കൊറോണ വല്ലതും ആണോ? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 2:3 എന്ന അംശബന്ധത്തിലാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും സ്കൂളിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ അവർ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. എങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? ചുമ്മാ ചോദിച്ചേട്ടോ. ഞാനും ഇപ്പൊ എന്റെ ഒരു ബന്ധുവിന് കൊറോണ സ്ഥിരീകരിച്ചു. അപ്പം ഞാനിപ്പോ സെക്കൻഡറി കോണ്ടാക്ട് ആയിരുന്നു. അങ്ങനെ ഞാനും ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നു. ഓണം കൂടിയതാണ്. എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. അവർക്കെല്ലാം നെഗറ്റീവ് ആയിട്ടാ വന്നേക്കുന്നത്, പോസിറ്റീവ് അല്ല. വന്ന ബന്ധുവില്ല, അവര് കൂടെ വന്നവരും ഉണ്ടായിരുന്നു. ആ എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ചെയ്തു, ആന്റിജൻ ടെസ്റ്റ് ചെയ്തു. ആ കസേരകളിയുടെ ബാക്കി കുറെ കളികൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതായോണ്ട് ഞാൻ ഇടാഞ്ഞതാണ്. ആളുകൾ വെച്ചേക്കില്ലല്ലോ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 2:3 ആണ് അല്ലേ? ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 2:3 എന്നുള്ളതാണ്. ഇനി 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും സ്കൂളിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ അവർ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. എങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 2:3 എന്ന അംശബന്ധത്തിലാണ്. ഇപ്പൊ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും എവിടെ നിന്ന് മാറിപ്പോയി? സ്കൂളിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ അവർ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. എങ്കിൽ ഇപ്പോഴുള്ള ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ഇല്ലേ? അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പോഴുള്ള അപ്പൊ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എന്ന് പറഞ്ഞാൽ റേഷ്യോ തന്നിട്ടുണ്ട്, 2:3 എന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? 2:3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാണ്, നമ്മുടെ ആൺകുട്ടികളുടെ എണ്ണം 2x-ഉം പെൺകുട്ടികളുടെ എണ്ണം 3x-ഉം ആണെന്ന് നമ്മൾ എഴുതി. ആൺകുട്ടികളുടെ എണ്ണം 2x-ഉം പെൺകുട്ടികളുടെ എണ്ണം 3x-ഉം ആണെന്ന് എഴുതി. ചെയ്യാം നോക്കാം. അപ്പൊ ഇതെന്താ? ഈ കൺസെപ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. കൺസെപ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ 2 ആൺകുട്ടികളും പോയി, 2 പെൺകുട്ടികളും പോയി ഇല്ലേ? 2 ആൺകുട്ടികളും പോയി, 2 പെൺകുട്ടികളും പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? 2x - 2 ബൈ എന്ത് ചെയ്യും? 3x - 2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? അപ്പൊ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും പോയപ്പോൾ നമ്മുടെ റേഷ്യോ എന്ത് കിട്ടി? 3/5 എന്ന് കിട്ടി ഇല്ലേ? 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും പോയപ്പോൾ നമ്മുടെ റേഷ്യോ എന്ത് കിട്ടി? 3/5 എന്ന് കിട്ടി. ഇത്രയും എഴുതിയത് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? 2x - 2 ബൈ 3x - 2 എന്ന് പറയുന്നത് 3/5 എന്ന് എഴുതിയത് എല്ലാവർക്കും ക്ലിയർ ആണോ? മനസ്സിലാക്കി തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്യാം. എന്താ? 5 into 2x - 2 equal to 3 into 3x - 2 എന്ന് വരും. അപ്പൊ 10x - 10 എന്ന് പറയുന്നത് 9x - 6 ന് ഈക്വൽ ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി ഇല്ലേ? x എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്താ ചോദിച്ചേക്കുന്നേ? ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം. ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്കറിയാം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ? 3x ആണ്. അപ്പൊ 3 into 4 ആണ് 12.
ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ആദ്യമായിരുന്നു 3x. ഇപ്പോൾ എത്ര പേരുണ്ട്? 2 പേര് പോയില്ലേ, 10 പേരേ ഉള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ ആൺകുട്ടികൾ 2x, പെൺകുട്ടികൾ 3x. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്നും വലുതായിട്ട് എഴുതണ്ട, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പ് എഴുതി പോകുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ 3x minus 2 2x minus 2 3x minus 2. അപ്പൊ അതാണ് 3/5 ഈക്വൽ അല്ലേ? നമ്മൾ ഏജ് പ്രോബ്ലം ചെയ്ത പോലെ ഇത് എങ്ങനെയാ ചെയ്യുന്നത്? ഇതിനകത്ത് പറഞ്ഞേക്കുന്നതേ 2 ആൺകുട്ടികളും 5 × 4 എവിടെ? ഇപ്പോഴത്തെ റേഷ്യോ ഇല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്ക, നമ്മളെ ഇപ്പൊ ഏജ് പ്രോബ്ലം എടുത്തു. അപ്പൊ 2:3 എന്ന് പറഞ്ഞു. 2:3 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാണ് ഇപ്പൊ 4 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ റേഷ്യോ 3:5 എന്ന് വന്നു അല്ലേ? 4 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ റേഷ്യോ 3:5 എന്ന് വന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു റേഷ്യോ കിട്ടാണ്. ഇതിനകത്ത് ഒരു യൂണിറ്റ് എത്ര കിട്ടും? ഇതിനകത്ത് ഇപ്പൊ ഒരു യൂണിറ്റ് എത്ര കിട്ടും? 4 × 5 - 3 അല്ലേ? 2/10 - 9. അപ്പൊ 4 × 5 - 3 2/, പിന്നെന്താ 10 - 9. അപ്പൊ 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞത് 8 കിട്ടി. ഈ പ്രോബ്ലത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ പറയാണ്. ഈ പ്രോബ്ലത്തിന്റെ കാര്യമല്ല പറയുന്നത്, വേറൊരു പ്രോബ്ലം പറയാണ്. അപ്പൊ എന്റെ ചോദ്യം, ഇപ്പോഴത്തെ ഏജ് 2:3 ആണ്. 4 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? ഇപ്പോഴത്തെ ഏജ് 2:3 ആണ്. 4 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജ് എന്ത് വരും എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് 8 × 3 ആണോ ചെയ്യുന്നത്? 24 എന്നാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും റേഷ്യോയുടെ മുകളിൽ കിടക്കുന്നത് എന്തോ അത് വെച്ച് മാത്രമേ മൾട്ടിപ്ലൈ ആവുള്ളൂ അല്ലേ? അപ്പം 8 × 2 16, 16ന്റെ കൂടെ 4 കൂട്ടുമ്പോ 20 ആണ് ആൻസർ അല്ലേ? 4 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞ വയസ്സെന്ന് പറയുന്നത് 20 വരുള്ളൂ ഇല്ലേ? 24 വരുമോ? അപ്പൊ 8 × 4 അല്ലാതെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ? 8 × 3 ചെയ്താൽ എത്രേ വരുള്ളൂ? 24 ആണ് വരുന്നത്. അപ്പൊ ഈ ആൻസർ തെറ്റല്ലേ? ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തെറ്റല്ലേ? അതെ, ആ കൺസെപ്റ്റ് തന്നെയാണ് എന്ത് ഇവിടെ വന്നേക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഉള്ള റേഷ്യോ 2x ആണ്. നമ്മുടെ കുട്ടികൾ 2x ആണ്. ആൺകുട്ടികൾ 2x ഉം പെൺകുട്ടികൾ 3x ഉം ആണ് ഇല്ലേ? അപ്പൊ ഈ 2x-ന്റെ 3x-ന്റെ വിലയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ x-ന്റെ വില കിട്ടി. എത്ര കിട്ടി? 4 കിട്ടി. x-ന്റെ വില കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴുള്ള കുട്ടികളുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴെത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോഴുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x - 2 ആണ് അല്ലെ? 2x - 2 ആണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ 3x ആണോ? അല്ല, ഇപ്പോ ഉള്ള പെൺകുട്ടികൾ എന്ന് ആൺകുട്ടികൾ എന്ന് പറയുന്നത് 2x - 2 ആണ്. അതല്ലേ നമ്മൾ ഇവിടെ ചെയ്തത്. ആൺകുട്ടികളുടെ വില കണ്ടുപിടിച്ചു, അതിൽ നിന്ന് 2 കുറച്ചു. ഇപ്പൊ കൺസെപ്റ്റ് കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഒന്നുകൂടെ പറയണമെന്നുണ്ടോ? അപ്പൊ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമുക്ക് എപ്പോഴും എന്താണ്, ആദ്യത്തെ റേഷ്യോ എന്താണോ അതിനെ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തത് x-ന്റെ വില കാണുക. x-ന്റെ വില കാണുക. ഡിങ്കൻ ഒരു ദിവസം എത്ര ക്ലാസ് കാണും? എത്ര മണിക്കൂർ ക്ലാസ് കാണും? സത്യമായിട്ട് പറയണം, ഞാൻ ഒന്നും പറയാനല്ല. പറഞ്ഞോ.
പറയില്ലേ? ദിങ്കം പോയോ? 8 മണി മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആ അമ്മ അങ്ങനെ എത്ര വീഡിയോകള് എത്ര മണിക്കൂർ കാണും? രാത്രി വരെ ക്ലാസ് കാണുവാണോ? രാത്രി 11 മണി വരെ. എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണം അത് മാത്രം കാണുക. ഒരു 6 ക്ലാസ് മാക്സിമം, 5 ഞാൻ പറഞ്ഞുള്ള ഒരു 6 ക്ലാസ് മാക്സിമം, എന്നിട്ട് സ്വന്തമായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. അത് മതി അമ്മു. 2, 3 ഒന്ന് ഇച്ചിരി കൂട്ടാം. പഠിക്കണം കേട്ടോ. അമ്മൂന് ട്യൂഷൻ ഉണ്ടല്ലേ? എനിക്കറിയാം ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. എക്സിന്റെ വില കാണുക ഇല്ലേ? എക്സിന്റെ വില കാണുക. അപ്പൊ എക്സിന്റെ വില എങ്ങനെയാ? സ്വന്തം നോട്ട് പ്രിപ്പയർ ചെയ്ത് റിവൈസ് ചെയ്യുക. ആ റിവിഷനിലാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് കേട്ടോ. റിവിഷൻ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. റിവിഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. എന്ന് നമ്മളൊരു 20% എക്സ്ട്രാ കണ്ടന്റ് പഠിക്കുക, 80% റിവൈസ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡിങ്കനോടും ചോദിച്ചത്, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പൊ എന്താ എക്സിന്റെ വില കാണുക? എന്താണ്? 0.4:1.4 1.4:x ആണ് ഇല്ലേ? അപ്പൊ ഇതെങ്ങനെ വരും? 0.4/1.4 എന്ന് പറയുന്നത് 1.4/x ഈക്വൽ ആണ്. അപ്പൊ എന്ത് കിട്ടി? 0.4 × x is equal to 1.4 × 1.4 എന്ന് വരും. x എന്ന് പറഞ്ഞാൽ 1.96/0.4. സോ ആൻസർ എന്ത് കിട്ടി? 4.9 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇതെല്ലാവർക്കും അറിയാലോ? ഓക്കെ. ദിഗ അത് റിവൈസ് ചെയ്യണം കേട്ടോ. ഒരു സാറ്റർഡേ സൺഡേ നിങ്ങൾ റിവിഷന് മാത്രം മാറ്റി വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ എന്നും ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ്, നമ്മൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് ചെയ്താലും മതി കേട്ടോ. 6a = 3b = 7c എങ്കിൽ a:b:c എത്രയാണ്? കാരണം ഞാൻ PSC പഠിച്ചപ്പം എനിക്ക് റിവിഷന് ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ മെത്തേഡ് കറക്റ്റ് അല്ല. കാരണം എനിക്ക് PSC ഞാൻ പഠിച്ചു തുടങ്ങിയപ്പം ഞാൻ കുറച്ച് നാളുകൊണ്ട് പഠിച്ചെടുത്തേ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാറോടായിരുന്നു പഠിക്കുന്നത്. ഞങ്ങള് റിവിഷൻ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത്. പെട്ടെന്ന് നമുക്ക് ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ അതുണ്ടെന്ന് ഒരു കാര്യം ഓർത്ത് നോക്ക്. ഞാൻ ഈ പ്രോബ്ലം ചെയ്യിപ്പിച്ചു, ഞാൻ നിങ്ങളെ ഇത് ചെയ്യിപ്പിച്ചു. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ നിങ്ങളെ ഞാൻ ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ കിട്ടുന്നില്ല, നിങ്ങൾ മറന്നുപോയി. നിങ്ങൾക്ക് എന്തൊരു സങ്കടമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുമോ ഞാനിത് പഠിക്കാത്ത ടോപ്പിക് ആണല്ലോ എന്ന്. പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ആ സങ്കടം ഒന്ന് ഓർത്ത് നോക്ക്. നിങ്ങളുടെ ആ എക്സാമേ പോയി കിട്ടും ഇല്ലേ? പല GKകളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാ തോന്നുന്നത്, കൺഫ്യൂഷൻ ആണ്. അങ്ങനെയല്ലേ കിട്ടുക? എനിക്ക് അങ്ങനെയാണ്. എനിക്കാണെങ്കിലും ഞാൻ GK ടച്ച് ഇപ്പം കുറെ പോയി. അത് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ ഒരു 10-30 ബുക്കുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? റിവൈസ് ചെയ്യുന്നില്ല ഇപ്പം. അപ്പൊ എനിക്ക് അതൊന്നും ഓർമ്മയില്ല. അങ്ങനെയല്ലേ വരുന്നേ? അതുകൊണ്ടാണ് ഞാൻ കറന്റ് അഫയേഴ്സ് ഒക്കെ ഇട്ടിട്ടും വീണ്ടും നിങ്ങൾക്ക് റിവിഷൻ തന്നെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ഡിങ്ക മാത്രമല്ല എല്ലാവരും കേട്ടോ. ഒരാളെ മാത്രം പറഞ്ഞല്ല, എല്ലാരും അങ്ങനെ ചെയ്യണം. കാരണം നമുക്ക് ജോലിയാ വേണ്ടേ.
നമ്മൾ പേയ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ക്ലാസ് അല്ല കേട്ടോ. ക്ലാസ് വേണം, ക്ലാസ് അത്യാവശ്യമാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സ്, പോൾ ഇടുന്ന കോഴ്സ് അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ കാണുകയാണ്. അത് നിങ്ങൾക്ക് എന്താ ഇപ്പൊ രാവിലെയൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് രാവിലെ ഒരു 8 മണി മുതൽ 11 മണി വരെയൊക്കെ പഠിക്കുന്ന ടൈമാണ്. അപ്പൊ നമുക്ക് വായിച്ചു പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പൊ രാത്രി ഒരു 10 മണി കഴിയുമ്പോ നിങ്ങൾക്ക് ഉറക്കം വരുമ്പോ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇരിക്കാനും പറ്റും, പഠിക്കാനും പറ്റും ക്ലാസ് കാണുമ്പോ. പക്ഷെ 10 മണി കഴിഞ്ഞ് നമ്മളൊന്ന് വായിക്കാൻ ഇരുന്നാൽ എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ എന്നുവെച്ചാൽ എന്റെ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് പറ്റുന്ന മെത്തേഡ് നിങ്ങൾ മാറ്റിയും തിരിച്ചു നോക്കുക, റിവിഷൻ ചെയ്യുക, അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. ആ ശരി, നിങ്ങൾക്ക് എങ്ങനെയാലും ജോലി വാങ്ങണമല്ലോ, അതുകൊണ്ട് പറഞ്ഞേ. അപ്പൊ എന്താ 6a equal to 3b is equal to 7c ഇല്ലേ? 6a equal to 3b equal to 7c. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? a എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? a ഇല്ലാത്ത രണ്ടെണ്ണം ഇല്ലേ? 3 × 7 21 ഇല്ലേ? ഇനി b എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 × 7 ആണ്. എന്ത് വരും? 42 ആണ്. 42 ആണ്. അടുത്തത് c എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6 × 3 ആണ്. എന്താണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ a:b:c എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 21:42:18 എന്ന് കിട്ടും ഇല്ലേ? 21:42:18 എന്ന് കിട്ടും. അപ്പം a:b:c എന്ന് പറഞ്ഞാൽ 7:14:6 എന്നാവും ഇല്ലേ? 7:14:6 എന്നാവും. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് രണ്ട് സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? രണ്ട് സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? നമുക്ക് ഇതിൽ വരുമ്പോഴേ നമുക്ക് ഫ്രീ ആയിട്ട് എന്തും പറയാൻ പറ്റുള്ളൂ കേട്ടോ. രണ്ട് സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? ഇതെന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇത് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? രണ്ട് സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണെന്നാണ് ഇല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. 5 എന്ന് പറയുന്നതാണ് എന്ത്? 150 എന്ന് പറയുന്നത് ഇല്ലേ? 5 എന്ന് പറയുന്നതാണ് 150 എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്നത് 150 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 150 ഡിവൈഡ് ബൈ 5 ഇല്ലേ? 30 എന്ന് കിട്ടും. അപ്പൊ 30 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആറാമത്തത് 6 എന്ന അംശമില്ല. ആദ്യത്തെ സംഖ്യ 150 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര? രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6 × ഇല്ലേ 30. 6 × 30 എന്ത് കിട്ടി? 180 എന്ന് കിട്ടി ഇല്ലേ? 6 × 30 180 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഡയറക്റ്റ് എങ്ങനെ? ഇങ്ങനെയല്ലേ നമ്മൾ എല്ലാ മെത്തേഡും ചെയ്തു വന്നത്. 5 എന്ന് പറയുന്നത് 150 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 6 × 30 180 ഇല്ലേ? ഇതെല്ലാം ചെയ്തത്. ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ കയ്യിൽ വരാൻ വേണ്ടിയാണ് 30 6 × 30 ആ 30 കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ.
സൊല്യൂഷൻ ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് a/3 എന്ന് പറയുന്നത് b/7 ഈക്വൽ ടു c/9 ആണ്. എങ്കിൽ a:b:c എത്രയാണ്? a/3 എന്ന് പറയുന്നത് b/7 ആണ്, ഈക്വൽ ടു c/9 ആണ്. എങ്കിൽ a:b:c എത്രയാണ്? ആണോ പ്രോട്ടോ? എങ്കിൽ നിർത്തിക്കോ, റെക്കോർഡ് കണ്ടാ മതി കേട്ടോ. എന്ത് വരും? 3:7:9 അല്ലേ? a:b:c എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ വരുള്ളൂ? 3:7:9 മാത്രമേ വരുള്ളൂ. അടുത്തത് a/3 ഈക്വൽ ടു b/4 ഈക്വൽ ടു c/5 എങ്കിൽ a+b+c/b എത്രയാണ്? a/3 ഈക്വൽ ടു b/4 ഈക്വൽ ടു c/5 എങ്കിൽ a+b+c/b എത്രയാണ്? a എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 3, b എന്ന് പറഞ്ഞാൽ 4, c എന്ന് പറഞ്ഞാൽ 5 ഇല്ലേ? അപ്പൊ a+b+c/b എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 3+4+5/4 എന്ന് കിട്ടി. 3 എന്നായിരിക്കും ആൻസർ. കണക്കില്ലേന്നോ? ഏത് മഴയത്ത് ഞാൻ ഫുൾ സ്പീഡിൽ ഇട്ടേ ഫാനിൽ ഇരിക്കുള്ളൂ, ഫാനിന്റെ കീഴില്. എനിക്കല്ലാതെ പറ്റില്ല. അങ്ങനെ ഒരു വിചിത്ര ജീവിയാ ഞാൻ. ആര് ഫാൻ ഇട്ടില്ലേലും എനിക്ക് ഫാൻ വേണം. അതേപോലെ ഏത് ചൂടാണെങ്കിലും, എത്ര പൊള്ളുന്ന ചൂടാണെങ്കിലും ഉറങ്ങണമെങ്കിൽ പുതപ്പും വേണം. അതെ, എല്ലാരും എന്നോട് ചോദിക്കും, അതും കമ്പിളി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 5:4 ആണ്. പെൺകുട്ടികളുടെ എണ്ണം 20 ആയാൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? വിയർക്കത്തും ഇല്ല കേട്ടോ, ആവി പിടിച്ചാൽ പോലും ഞാൻ വിയർക്കില്ല. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തമ്മിലുള്ള അംശബന്ധം 5:4 ആണ്. പെൺകുട്ടികളുടെ എണ്ണം 20 ആയാൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? അതെ, ആരാ തെറ്റിച്ചേ? ഇതെന്താ ചോദിക്കുന്നേ? പെൺകുട്ടികളുടെ എണ്ണം 5:4 ആണ് റേഷ്യോ അല്ലേ? അതിൽ പെൺകുട്ടികളുടെ എണ്ണം 20 ആണ്. അതിന്റെ അർത്ഥം 4 എന്ന് പറയുന്നത് 20 ആണ്. എങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഒരു യൂണിറ്റ് 5 ആണ്. എങ്കിൽ 5 യൂണിറ്റ് എന്താണ്? 5 × 5 25 അല്ലേ? ഓക്കെ. അടുത്തത് a എന്ന് പറയുന്നത് 3/5b, b എന്ന് പറഞ്ഞാൽ 1/4c എങ്കിൽ a:b:c എത്രയാണ്? a എന്ന് പറഞ്ഞാൽ 3/5b, b എന്ന് പറഞ്ഞാൽ 1/4c, a:b:c എത്രയാണ്?
ഓക്കെ, അതെങ്ങനെയാ ചെയ്യാം? a by b എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 3/5 ആണ് അല്ലേ? b by c എന്ന് പറഞ്ഞാൽ 1/4 ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? a is to b എന്ന് പറഞ്ഞാൽ 3:5 ആണ്. b by c എന്ന് പറഞ്ഞാൽ b is to c എന്ന് പറഞ്ഞാൽ 1:4 ആണ്. എങ്കിൽ a is to b is to c എത്രയാണ്? എത്ര കിട്ടും? 3:5. അതെ, വരുന്നുണ്ട്. a is to b എന്ന് പറയുന്നത് 3:5 ആണ്. b is to c എന്ന് പറയുന്നത് 1:4 ആണ്. അപ്പൊ എന്താണ്? ഈ 5 എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്നു. ഈ 1 എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്ത് കിട്ടി? 1 into 3, 1 into 5, 5 into 4, 20. അപ്പൊ എന്ത് കിട്ടി? 3:5:20 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ സ്പീഡ് കൂടുതലാണോ? എന്റെ മാത്സ് സ്പീഡ് കൂടുതലാണോ? കാരണം എല്ലാരും പറയുന്നു എല്ലാരും 1 മണിക്കൂറിൽ 3-4 പ്രോബ്ലം, മാക്സിമം 10 പ്രോബ്ലം ഒക്കെ ചെയ്യുള്ളൂ. ഞാൻ ഡെയിലി 25 പ്രോബ്ലം ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ സ്പീഡ് കൂടുതലാണോ? ഇല്ലല്ലോ. ഗേറ്റ് വേ എത്തിയോ? a എന്ന് പറയുന്നത് 4/5b, b എന്ന് പറയുന്നത് 2/5c. എങ്കിൽ a is to b is to c എത്രയാണ്? ഓ, എനിക്ക് വയ്യ. അതെ അതെ. ആണോ ഡിങ്ക? അത് 2 ദിവസം ആവുമ്പോ ശരിയാവും കേട്ടോ. നമുക്കിപ്പോ ഫ്രീ ആയിട്ട് ഇവിടെയല്ലേ മെസ്സേജ് ചെയ്യാൻ പറ്റുള്ളൂ. ആൾ പാനലിസ്റ്റ് ആൻഡ് അറ്റൻഡീസ് കൊടുക്കണിങ്ക, എങ്കിലേ ബാക്കിയുള്ളവർക്കും കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് വരും? a എന്ന് പറയുന്നത് 4/5b ഇല്ലേ? അപ്പൊ എന്ത് കിട്ടി? a by b എന്ന് പറഞ്ഞാൽ 4/5 ആണ്. b by c എന്ന് പറഞ്ഞാൽ 2/5 ആണ്. ഇതിന്റെ അർത്ഥം a is to b എന്ന് പറഞ്ഞാൽ 4:5, b is to c എന്ന് പറഞ്ഞാൽ 2:5 ആണ്. എങ്കിൽ a is to b is to c എന്ന് പറഞ്ഞാൽ 4:5, 2:5. ഈ 5 ഇവിടെ എഴുതി, ഈ 2 ഇവിടെ എഴുതി. ആൻസർ എന്ത് കിട്ടി? 8, 10, 25 ഇല്ലേ? അതെ. അടുത്തത് 7:x, 17.5:22.5. എക്സിന്റെ വില എത്രയാണ്? ഇതേ 7:x എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാണ്? എല്ലാവരും ചെയ്തോ? തെറ്റിച്ചൂലോ? മൾട്ടിപ്ലൈ ചെയ്ത് തെറ്റിച്ചാണോ? രണ്ടുപേരെ ആകെ ചെയ്തിട്ടുള്ളൂ. രണ്ടുപേർക്ക് 2 ആൻസർ ആണ് അല്ലേ? നോക്ക്, 7:x എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 7/x equal to 17.5/22.5 എന്ന് എഴുതാം ഇല്ലേ? ഇനി എന്ത് എഴുതാൻ പറ്റും? 17.5x is equal to 22.5 into 7 എന്ന് എഴുതി. x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി?
22.5 into 7 by 17.5 ആണ് വരിക. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഇവിടെയും ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ രണ്ട് പോയിന്റും കൂടെ എന്ത് ചെയ്തു? ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 225 into 7 by 175 എന്ന് കിട്ടി. ആൻസർ എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്താ നിങ്ങൾ ചെയ്യാഞ്ഞത്? പോയിന്റ് കണ്ടിട്ടാണോ? ആ കിട്ടി. 1500 രൂപ 3:2 എന്ന തോതിൽ മനു, സീനു എന്നിവർക്ക് വീതിച്ചു നൽകുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പ്രിലിംസിൽ ഏറ്റവും വേണ്ടത് ഭിന്നസംഖ്യയും പിന്നെ എന്താ ഡെസിമൽ പോയിന്റ്സ് വരുന്ന നമ്പേഴ്സിലെ അതൊക്കെ പ്രത്യേക ടോപ്പിക്കാണ്, നമുക്ക് ചെയ്യാം കേട്ടോ. പോയിന്റ് ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അത് നമുക്ക് വേണം, അത്യാവശ്യമാണ്. നമ്മുടെ സിലബസിലെ ഇതാണത്, ടോപ്പിക്സ് ആണത്. അത് ചെയ്യാം കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാം. 1500 രൂപ 3:2 എന്ന തോതിൽ മനു, സീനു എന്നിവർക്ക് വീതിച്ചു നൽകുന്നു. മനുവിന് എത്ര രൂപ കിട്ടും? ഇതെങ്ങനെയാ വരിക? 1500 രൂപയാണ് അല്ലേ? 3:2 എന്ന അംശബന്ധത്തിൽ മനു, സീനു എന്നിവർക്ക് വീതിച്ചു കൊടുക്കുന്നത്. അപ്പൊ 5 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ഈ 1500 എന്ന് പറയുന്നത്. എങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1500 by 5 300 എന്ന് കിട്ടും അല്ലെ? 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 300 എന്ന് കിട്ടും. എങ്കിൽ 3 യൂണിറ്റ് എത്രയാണ്? 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 into 300 900 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ. അടുത്തത് നമുക്ക് സെറ്റ് ആവും കേട്ടോ. 20 മാർക്ക് ഉറപ്പിക്കാം. മേഘ, a/5 equal to b/6 is equal to c/9 എങ്കിൽ a plus b plus c by a എന്ത് വരും? a/5 equal to b/6 is equal to c/9 എങ്കിൽ a plus b plus c by a എന്ത് വരും? ഓക്കെ, ഇതെന്താ വരിക? അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് 6 ആണ്, സി എന്ന് പറയുന്നത് 9 ആണ്. ബൈ എ എന്ന് പറഞ്ഞാൽ 5. അപ്പൊ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 6 11 9 20 20/5 4 എന്ന് കിട്ടി അല്ലേ? അടുത്തത്, രണ്ട് സംഖ്യകളുടെ അംശബന്ധം 2:3 അവയുടെ ലസാഗു 60 ആയാൽ വലിയ സംഖ്യ ഏതാണ്? വലിയ സംഖ്യ രണ്ട് സംഖ്യകളുടെ അംശബന്ധം 2:3 അവയുടെ ലസാഗു 60 ആയാൽ വലിയ സംഖ്യ ഏതാണ്? രണ്ട് സംഖ്യകളുടെ ചെയ്തോ? ഓക്കെ, അപ്പൊ എന്താ ചോദിച്ചേക്കുന്നേ? രണ്ട് സംഖ്യകളുടെ അംശബന്ധം 2:3 അവയുടെ ലസാഗു 60 ആയാൽ വലിയ സംഖ്യ ഏതാണ്? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട്? നേരത്തെ പറഞ്ഞിരുന്നു ഇല്ലേ? വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 60/2 30. ഇനി ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആവാത്തവരുണ്ടോ? ഈ 60/2 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു കുഞ്ഞു സംഖ്യ കൊണ്ട് എന്ന്
കൺസെപ്റ്റ് അറിയാത്തവരുണ്ടോ? ആ ക്ലാസ്സിൽ ഇല്ലാത്തവരുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും കിട്ടുമ്പോ എന്ത് ചെയ്യാ? 10ഉം 20ഉം എടുക്ക, അതിന്റെ LCM എടുക്ക അല്ലേ? 10, 20 നമ്പേഴ്സ് എടുക്ക, അതിന്റെ LCM എടുക്ക ഇല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. x plus y is 2, x minus y എന്ന് പറയുന്നത് 3:2 ആണ് എങ്കിൽ x is to y യുടെ അതെ കൺസെപ്റ്റ് വെച്ച് ചെയ്താൽ മതി കേട്ടോ. x plus y is 2, x minus y എന്ന് പറയുന്നത് 3:2 ആയാൽ x is to y എത്രയാണ്? തെറ്റിച്ചൂലോ? നോക്കാം എന്താ വന്നേക്ക. x plus y is to x minus y എന്ന് പറയുന്നത് 3:2 ആണ് അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? x plus y by x minus y എന്ന് പറയുന്നത് 3/2 ഈക്വൽ ആണ്. അപ്പൊ ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x plus 2y എന്ന് പറയുന്നത് 3x minus 3y ക്ക് ഈക്വൽ ആണ് അല്ലേ? 2x plus 2y എന്ന് പറയുന്നത് 3x minus 3y ക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 3x minus 2x എത്രയാണ്? x. x is equal to 5y എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x by y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? x is equal to 5y ആണെങ്കിൽ 1x ഉം 5y അല്ലേ? അപ്പൊ x by y equal to 5/1 എന്ന് കിട്ടും. x is to y എന്ന് പറഞ്ഞാൽ 5 is to 1 എന്ന് കിട്ടും അല്ലേ? x is to y എന്ന് പറഞ്ഞാൽ 5 is to 1 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അടുത്തത് എക്സിന്റെ 13% വൈയുടെ 17% തുല്യമായാൽ x is to y എത്രയാണ്? എല്ലാം ചെയ്തതാണ് ഇല്ലേ? വീണ്ടും വീണ്ടും വന്നിരിക്കുന്നു. നമ്പേഴ്സ് മാറുന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതെങ്ങനെ വരും? എക്സിന്റെ 13% വൈയുടെ 17% തുല്യമായാൽ ഇത് നോക്കി തന്നെ പറഞ്ഞേ. ഒന്നും എഴുതാതെ തന്നെ പറയാലോ. ആൻസർ എന്ത് വരും? ഒന്നും എഴുതാതെ തന്നെ പറയാം അല്ലേ? എക്സിന്റെ ശതമാനവും വൈയുടെ ശതമാനവും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കുക? തിരിച്ചു കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? 17:13 കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതി നോക്കുക? 13x 17y എന്നാണ് വരുന്നത്. അപ്പൊ x by y എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 17/13 ആണ് വരുന്നത് അല്ലേ? ഓക്കെ. ഇനി ഇത് അറിയാമോ? ഇത് ചെയ്യണോ? ഇനി ചെയ്യണോ? a:b എന്ന് പറയുന്നത് 2:4 ആണ്. b:c എന്ന് പറയുന്നത് 5:6 ആണ്. എങ്കിൽ a:b:c യുടെ വാല്യൂ ചെയ്യണോ? വേണ്ട. എന്താണ്? a:b b:c അല്ലെ? 2 × 4 2ഉം 4ഉം കൂടെ കിട്ടി. അപ്പൊ ഇവിടെ 4 എഴുതി, 5ഉം 6ഉം കൂടെ എഴുതി, 5 എഴുതി. അപ്പൊ 5 × 2 10, 5 × 4 20, 6 × 4 24. ആൻസർ എന്ത് കിട്ടി? 5:10:12 എന്ന് കിട്ടി. 60 LCM 60/2 എങ്ങനെ വന്നു? മുമ്പത്തെ പ്രോബ്ലം ആണോ മേഘ? ഇത് പഠിപ്പിച്ചപ്പോ ഇല്ലായിരുന്നോ? അപ്പൊ ഇങ്ങനെയാ കൺസെപ്റ്റ്. എന്താ? രണ്ട് സംഖ്യകളുടെ അംശബന്ധം 2:3യും അവയുടെ ലസാഗു 60ഉമായാൽ വലിയ സംഖ്യ. ഇത് നമ്മൾ ഒത്തിരി പ്രോബ്ലം ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ ഈ വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മുടെ LCM എത്രയാണോ അതേ ബൈ ചെറിയ സംഖ്യ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അതേ ബൈ എന്തായിരിക്കും? ചെറിയ റേഷ്യോ ഇല്ലേ?
ഇതായിരിക്കും എപ്പോഴും ആൻസർ. ഇനി ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മേഘ ഇതിപ്പോ മറന്നുപോയി എന്ന് വെച്ചോ. അപ്പൊ മേഘ എടുക്കുക, ഒരു 10ഉം 20ഉം എടുക്കുക, 10ഉം 20ഉം എടുക്കുക അല്ലേ. 10ഉം 20 എന്ന് പറഞ്ഞാൽ 2 നമ്പർ എടുത്തു. ഇതിന്റെ എൽസിഎം എത്രയാണ്? 10ന്റെയും 20ന്റെയും എൽസിഎം എത്രയാണ്? 10ന്റെയും 20ന്റെയും 20 ആണ് അല്ലേ, 20 ആണ്. അപ്പൊ നമുക്ക് 20 എന്നുള്ളത് വലിയ സംഖ്യ കിട്ടി. 20 എന്നുള്ളത് വലിയ സംഖ്യ. ഇതിന്റെ റേഷ്യോ എത്രയാണ്? 1:2 ആണ്. ഇതിന്റെ റേഷ്യോ 1:2 ആണ് അല്ലേ, 1:2 ആണ്. അപ്പൊ നമുക്ക് വലിയ സംഖ്യ, ഇപ്പൊ നമുക്ക് ഇത്രേ ഉള്ളു ക്വസ്റ്റ്യൻ ഓർക്കുക. എന്നിട്ട് 1:2ഉം പിന്നെ നമ്മുടെ എൽസിഎം എന്ന് പറയുന്നത് 60യുമാണ് ഉള്ളത് അല്ലേ. 1:2ഉം എൽസിഎം എന്ന് പറയുന്നത് 20യുമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വലിയ നമ്പർ ഏതായിരിക്കും? അപ്പൊ എന്ത് ചെയ്യാ, ഈ 20നെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 20 തന്നെ കിട്ടുന്നത്? ഡിവൈഡ് ബൈ 1 ചെയ്യുമ്പോഴല്ല കിട്ടുള്ളൂ. ഇൻറ്റു, ഈ കേസിൽ വേണമെങ്കിൽ ഇൻറ്റും കൂടെ പറയാം അല്ലേ, ഈ കേസിൽ വേണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 5ഉം 10ഉം നോക്കുക. 5ന്റെയും 10ന്റെയും എൽസിഎം എത്രയാണ്? 5ന്റെയും 10ന്റെയും എൽസിഎം 10 ആണ് അല്ലേ. ഇതിന്റെ റേഷ്യോ എത്രയാണ്? അതും 1:2 വരും ഇല്ലേ. റേഷ്യോ വേറെ ഒരെണ്ണം വരുന്നത് പറഞ്ഞേ, റേഷ്യോ വേറൊരു നമ്പർ പറയുന്നത് പറഞ്ഞേ. 3:5 എന്നോ നമ്പർ പറഞ്ഞോ? ഇപ്പൊ 20:40 പറയാം, നോക്കട്ടെ. ശ്രീകുട്ടി ഒരു നമ്പർ പറഞ്ഞേക്കുന്നു 7:28 ഇല്ലേ. 7:28. ഇതിന്റെ എൽസിഎം എത്രയാണ്? 7ന്റെയും 28ന്റെ എൽസിഎം എത്രയാണ്? 28 ആണ് അല്ലേ. 7ന്റെയും 28ന്റെയും എൽസിഎം എത്രയാണ്? 28 ആണ്. 28 ആണ്. ഇതിന്റെ റേഷ്യോ എന്ത് കിട്ടും? അല്ല, ഇത് 1:4 തന്നെയല്ലേ വരുന്നത് റേഷ്യോ. 1 വരാത്തത് പറയാനാ ഞാൻ പറഞ്ഞത്. റേഷ്യോ 1 വരാത്തത് പറയാനാ പറഞ്ഞത്. നോക്കട്ടെ. പത്ത് 15 അല്ലേ. 10:15. ഓക്കെ. 10:15 എന്ന് വന്നത്. 10:15ന്റെ റേഷ്യോ എന്ത് വരും? 2:3 എന്ന് വരും ഇല്ലേ. 2:3 എന്ന് പറയും. 5x2 5x3. ഇതിന്റെ എൽസിഎം എത്രയാണ്? 10ന്റെയും 15ന്റെയും എൽസിഎം എന്ത് വരും? 10ഉം 15ഉം 30. എൽസിഎം 30. അപ്പൊ നമുക്ക് എൽസിഎം 30 കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, റേഷ്യോ 2:3 എന്നും കിട്ടി ഇല്ലേ. എൽസിഎം 30 എന്നും കിട്ടി, റേഷ്യോ 2:3 എന്നും കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കുക. ഈ വലിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 15 കിട്ടണം ഇല്ലേ. ഈ 15 ആണ് വലിയ സംഖ്യയാണെന്ന് നമുക്കറിയാം. അത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 30/2 അല്ലേ ചെയ്യണ്ടേ? എന്ന് വെച്ചാൽ ഈ എൽസിഎം ബൈ ഈ 2 അല്ലേ ചെയ്യേണ്ടത്? ചെറിയ റേഷ്യോ അല്ലേ ചെയ്യേണ്ടത്? ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എൽസിഎം ബൈ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ചെറിയ സംഖ്യ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണോ? ഇപ്പം ക്ലിയർ ആണോ മേഘ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നാളെ ചെയ്യാം. നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. 2 മണിക്ക് ക്ലാസ് ഉണ്ട്. ശരി, താങ്ക് യു.